ആയതുകൊണ്ട് പിന്നെ അതുവാക്കുന്ന എക്സാം ഉണ്ടായിരുന്നു സ്കൂളിൽ പ്രീ കെ ജിക്ക്. ജസ്റ്റ് നെയിം സേക്കിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ വന്ന് അവരെ കത്തി ഉറക്കിയിട്ട് വലിയ ഫംഗ്ഷനായിട്ടുള്ള ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും പിന്നെ ഞങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന ഞങ്ങളുടെ എക്സൈസിയും ദുവാടേയും ആബിയുടെയും ഫേവറേറ്റ് എക്സൈസിയും ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ വെച്ചൊരു ചെറിയൊരു കേക്ക് കട്ടിങ്, വലിയ സെലിബ്രേഷനോ ആഘോഷങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വന്നപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടമായോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡേ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് വൈബ് ചെയ്യാം. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒച്ചപ്പാടും ബഹളത്തിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഇരിക്കാം. കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു പാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ? രണ്ടുപേരും വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സമയമില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായാലും ഡെക്കറേഷൻസിനായാലും പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പറഞ്ഞില്ല. അപ്പം വൺസ് ഇൻ എ വൈലല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഇതൊക്കെ ചെയ്ത് നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും ഒരു സന്തോഷം, കുഞ്ഞൊരു സെലിബ്രേഷൻ, അല്ലാണ്ട് വലിയ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഒരു 4-5 o'clock വന്നിരിക്കാം, അല്ലെങ്കിൽ 6 o'clock വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഡേ ടൈം ആണെങ്കിൽ നമുക്ക് അകത്തിരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്കത് ചോദിക്കണം, ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഇട്ടുതരുമെന്ന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒട്ടും ചെയ്യുന്നില്ല. മറ്റേ നമ്മൾ തായ്ലാൻഡൊക്കെ കാണുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പുഴയുടെ കായലിൻ്റെ നടുക്കാണ്. ഇതാണ് ഞങ്ങളുടെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, മോളത്ര എല്ലാവർക്കും അറിയില്ല, ഞങ്ങൾ മോളെ വെച്ചിട്ട് അങ്ങനെ വലിയ ചാനലൊന്നും അല്ല, ഞങ്ങളുടെ കുട്ടി ചാനലാണ്. പക്ഷെ മോളുടെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വിഷ് ചെയ്യണേ. ആഹാ, ഇവിടെ ഒരു കാറുണ്ട്. മോളുടെ ഡ്രസ്സും ഈ കാറും സെയിം കളർ. അക്സേ, ദുവാനോട് ഇവിടെ നിൽക്കാൻ പറയോ? കാറും ഇതാണ് ഹസ്ബൻഡും മോനും. ഇവിടെ നല്ലൊരു വൈബ് കിട്ടും. ദുവാ നോക്കിയേ കാറ്. അപ്പം ദുവാ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് വേണ്ടത് അതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിവിടെ വന്ന് സെറ്റ് ചെയ്ത് ഞാൻ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല പീസ്ഫുള്ളാണ്, വലിയ തിരക്കൊന്നുമില്ല. ഇന്നിപ്പോൾ മൺഡേ ആണ്, വർക്കിംഗ് ഡേ ഒക്കെ ആയത് കാരണം വലിയ അതെ. ഇവിടെ ഇങ്ങനൊരു ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്, സീനറി പോയിന്റ്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ഫാമിലി ഫിഷിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. ഒരു ബർത്ത്ഡേ വിഷസ് ഇട്ടേക്കണേ. മോൾക്ക് 4 വയസ്സാണ്. അപ്പം മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു വിഷസ്. ഇവിടെ ഒരു വണ്ടി ഭ്രാന്തനാണ്. ഏത് വണ്ടി കണ്ടാലും നമ്മളിങ്ങനെ, ഏത് വണ്ടി കണ്ടാലും നമുക്കിങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ഒരു ലൈവ്. നിങ്ങൾക്കിതിൻ്റെ വീഡിയോ ഫുള്ള് വേണമെങ്കിൽ പറയണം, ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. എനിക്കിവിടുത്തെ ആംബിയൻസാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങൾ വന്നപ്പോൾ കുറച്ചും കൂടെ വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ സൺസെറ്റായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. മോളെ വിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് വിഷ് ചെയ്തോളൂ. ഓക്കെ, ദെൻ ബായ്.